നമസ്തേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകിയോകിലം. നമുക്ക് പരിചിതമാണ് അധ്യാത്മരാമായണത്തിൻ്റെ കഥ. ഇന്ന് എല്ലാവർക്കും ഏറെ പരിചയം അധ്യാത്മരാമായണമാണ്. എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് രൂപത്തിലുള്ള അധ്യാത്മരാമായണം. അതിൻ്റെ ഒരു മൂലമുണ്ട്, സംസ്കൃതം. അതിൻ്റെ പേരും അധ്യാത്മരാമായണം എന്നാണ്. 4000-ഓളം ശ്ലോകത്തിൽ വ്യാസൻ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാമായണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ രാമായണം വാൽമീകി രാമായണം തന്നെ. വാൽമീകി രാമായണത്തെ എങ്ങനെ അധ്യാത്മരാമായണമാക്കി മാറ്റി എന്ന് ചിന്തിക്കുമ്പോൾ, വാൽമീകി രാമായണം ഒരു കുടുംബകഥയാണ്. കോന്നോസ്മിൻ ഫാമ്പതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്ന ചോദ്യത്തിന് മറുപടിയാണ്. ഇവിടെ അതല്ല, ഈ രാമായണത്തെ എങ്ങനെ അധ്യാത്മ ദൃഷ്ടി കൂടി നമുക്ക് വീക്ഷിക്കാൻ പറ്റും എന്ന് ഋഷികവികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അയോധ്യ എന്ന രാജധാനിയിൽ ദശരഥൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു എന്നാണ് കഥ ആരംഭിക്കുന്നത്. അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാത്ത സ്ഥലം എന്നാണ്. അത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ 10 രഥത്തോടു കൂടിയ ഒരു ജീവാത്മാവിൻ്റെ ജനനമാണ് വാസ്തവത്തിൽ ഈ ദശരഥൻ്റെ കഥയിൽ കൂടി. രഥം എന്ന വാക്കിന് ഇന്ദ്രിയം എന്നർത്ഥമുണ്ട്. ഉപനിഷത്തുകളൊക്കെ അങ്ങനെ പറയുക. ദശരഥൻ 10 ഇന്ദ്രിയമുള്ള 10 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനുള്ളത്. 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം. ഈ 10 ഇന്ദ്രിയത്തോടു കൂടിയാണ് മനുഷ്യൻ ജനിക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാത്ത അയോധ്യ എന്നീ പ്രപഞ്ചത്തിൽ ദശരഥനായ ഒരു മനുഷ്യൻ ജനിക്കുന്നു, ഉണ്ടാകും. അങ്ങനെ ഇന്ദ്രിയങ്ങളോട് കൂടി ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ജന്മം 3 ഗുണങ്ങളെ സ്വീകരിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റും. ഭൂമിയിൽ ആര് ജനിച്ചാലും അതേ പറ്റുള്ളൂ. ജനിച്ചു വീണ് കഴിയുമ്പോൾ 3 ഗുണങ്ങൾ സ്വീകരിക്കേണ്ടി വരും. 3 ഗുണങ്ങളുടെ പ്രതീകമാണ് 3 പത്നിമാർ. സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും. സത്വഗുണത്തിൻ്റെ പ്രതീകമായി കൗസല്യ, രജോ ഗുണത്തിൻ്റെ പ്രതീകമായി സുമിത്ര, തമോ ഗുണത്തിൻ്റെ പ്രതീകമായി കൈകേയി. ഈ 3 ഗുണങ്ങളെ ആശ്രയിച്ചു. ഇതാണ് 3 പത്നിമാരെ സ്വീകരിച്ചു എന്നുള്ളൊരാശയം. അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ 3 ഗുണങ്ങളെ എപ്പോൾ മനുഷ്യൻ സ്വീകരിക്കുന്നോ അപ്പോൾ 4 അവസ്ഥയിൽ കൂടി പോകേണ്ടി വരും. ഈ 4 അവസ്ഥകളാണ് 4 പുത്രന്മാർ: രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന 4 അവസ്ഥ. ഈ 4 അവസ്ഥയിൽ കൂടിയേ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. എല്ലാവർക്കും ജാഗ്രതുണ്ട്, ഉണർന്നിരിക്കുന്ന അവസ്ഥയുണ്ട്, സ്വപ്നാവസ്ഥയുണ്ട്, സുഷുപ്തി അവസ്ഥയുണ്ട്, സുഖമായി ഉറങ്ങുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ മുകളിൽ 4മതൊരവസ്ഥയാണ് വേദാന്തം പറയുന്ന തുരീയം. ഈ 4ൻ്റെ പ്രതീകമാണ് 4 പേർ. അതിൽ ജാഗ്രതയും സ്വപ്നവും ഒന്നിച്ചേർന്നേ അതെപ്പോഴും അങ്ങനെയാണ്. ജാഗ്രതയും സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റൂ, സ്വപ്നത്തിനും ജാഗ്രതത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ജാഗ്രത സ്വപ്നങ്ങൾ കൂട്ടുകാരാകും. അങ്ങനെ രാമലക്ഷ്മണന്മാർ കൂട്ടുകാരായി. ഇനിയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താ വേണ്ടത്? അത്യാവശ്യം പഠിപ്പുണ്ടാക്കി കൊടുക്കാൻ ഗുരുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കണം. വിശ്വാമിത്രൻ എന്ന ഗുരുവിൻ്റെ അടുക്കിലേക്ക് ഈ 2 കുട്ടികളെ പറഞ്ഞയക്കുന്നു. ഈ പഠിപ്പ് വേണ്ടത് ജാഗ്രതയും സ്വപ്നത്തിനുള്ളൂ. മറ്റ് 2 പേർക്കും അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവരെ അവിടുന്ന് മാറ്റി. ഇവർ 2 പേര് വിശ്വാമിത്രൻ്റെ പുറകെ പോകുന്ന വഴിക്ക് വിശ്വാമിത്രൻ അവർക്ക് ദാഹവും വിശപ്പും അടക്കി നിർത്താനുള്ള 2 മന്ത്രം കൊടുക്കുന്നു: ബലയും അതിബലയും. ദാഹവും വിശപ്പും ഇല്ലാതാക്കാനുള്ള അടക്കി നിർത്താൻ. മനുഷ്യധർമ്മത്തെ, മനുഷ്യൻ്റെ ശാരീരിക ധർമ്മത്തെ ആദ്യം നിയന്ത്രിച്ചിട്ട് വേണം പഠിപ്പിക്കാൻ. ശരീരധർമ്മത്തിൽ അനിയന്ത്രിതമായ 2 എണ്ണമാണ് ദാഹവും വിശപ്പും. പിന്നൊന്ന് കാമമാണ്. ഈ ദാഹത്തെയും വിശപ്പിനെയും അടക്കി. അത് കഴിഞ്ഞപ്പം പിന്നെ മനുഷ്യ മനസ്സിലെ ആന്തരികമായ ഭാവനകൾ ഏറ്റവും പ്രധാനം. കാമത്തെ ജയിക്കാൻ പറ്റില്ല. കാമം വെച്ചാൽ ആഗ്രഹം എന്നാണ്. കുട്ടികളായിരിക്കുമ്പോൾ എല്ലാത്തരം ആഗ്രഹവും ഒന്നിനു പുറകെ കൊന്നുകൂടിക്കൊണ്ട് എന്ത് കണ്ടാലും വേണമെന്ന് പറയും. ഈ ആഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യണം. കാമസ്വരൂപിണിയായ താടകയെ കാണിച്ചു കൊടുത്തിട്ട് മനുഷ്യ മനസ്സിലെ കാമത്തെ ഇല്ലാതാക്കി. കാമത്തെ ഇല്ലാതാക്കിയാൽ കാമത്തിൻ്റെ സഹോദരന്മാർ 2 പേരാണ് രാഗദ്വേഷങ്ങൾ, അല്ലെങ്കിൽ മാരീചനും സുബാഹുവും. അവർ ചാടി വീഴും. അതിലെ സുബാഹു എന്ന കോപത്തെ ഇല്ലായ്മ ചെയ്യണം, അതിനെ കൊന്നു കളഞ്ഞു. രാഗം എന്ന മാരീചനെ കൊന്നില്ല. രാഗം വേണം. രാഗം നന്നാക്കിയെടുത്ത് ഈശ്വരനിലേക്ക് തിരിച്ചു വിടണം. ഭൗതിക വസ്തുക്കളല്ല രാഗം ഉണ്ടാകേണ്ടത്. ഉണ്ടായാൽ രാഗം അനുരാഗമായിട്ട് മാറും. അത് വരാതിരിക്കാൻ വേണ്ടി രാഗത്തെ ഈശ്വരനിലേക്ക് ചെറുപ്പം മുതൽ തിരിച്ചു വിടണം. അതുകൊണ്ട് ഈ മാരീചനെ കൊന്നില്ല. അമ്പ ചെയ്ത് കടലിൽ വെച്ച് അദ്ദേഹം കുളിച്ച് ശുദ്ധനായി രാമഭക്തനായി ലങ്കയിൽ ആശ്രമം കെട്ടി താമസിക്കുന്ന കഥ നമുക്ക് രാമായണത്തിൽ കൂടി അറിയാം. ഇങ്ങനെ ശാരീരികമായും മാനസികമായുമുള്ള ഭാവങ്ങളെ ആദ്യം തന്നെ ഒരു
ഗുരു ശിഷ്യൻ്റെ 2 ഭാവത്തെ അടക്കി നിർത്തി അവനെ നന്നാക്കണം. ഇനിയും വേണ്ടത് അവൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ദുർവാസനകളെ ഇല്ലാതാക്കാൻ വേണ്ടി ശിലാരൂപിണിയായ അഹല്യയെ കാണിച്ചു കൊടുക്കും, മുനിപത്നിയെ. അതിലേക്ക് കാല് സ്പർശിക്കുന്നതോടുകൂടി ഉള്ളിലുള്ള അനേക ജന്മാന്തരങ്ങളിൽ സംബന്ധിച്ച വാസനകളെല്ലാം നശിപ്പിച്ചോളും. ഇനിയും വേണ്ടത് വിദേഹം എന്ന രാജധാനിയിലേക്ക് ചെല്ലണം. ഈ കഥ എങ്ങനെയാണ് പോകുന്നത്? ബാലകാണ്ഡത്തിൻ്റെ കഥ എങ്ങനെയാണ്? വിദേഹം വെച്ചാൽ ദേഹം ഞാനല്ല എന്നുള്ള ചിന്ത. അത് ജനകൻ്റെ രാജധാനിയിലാണ് ഉള്ളത്. ആത്മബോധത്തിൻ്റെ അദ്വൈത വേദാന്തത്തിൻ്റെ ഏറ്റവും വലിയ ഉടമസ്ഥനാണ് ജനകൻ. ആ നാട്ടിലുള്ള എല്ലാ ഋഷിമാർക്കും ഉപദേശം കൊടുത്ത ആളാണ് ജനകൻ എന്ന രാജാവ്. അവിടേക്കാണ് ഈ ഒരു കുട്ടികളെ വിശ്വാമിത്രൻ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഫീതയെ സ്വീകരിച്ച്, ഫീത ആത്മസ്വരൂപിണിയാണ്, ജ്ഞാനസ്വരൂപിണിയാണ്. ഈ ജ്ഞാനം സ്വീകരിച്ചിട്ട് വേണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ ജ്ഞാനത്തെ സ്വീകരിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇഷ്ടം പോലെ തടസ്സങ്ങളുണ്ടാവാം. ഈ തടസ്സത്തെക്കുറിച്ചാണ് വിസ്തരിച്ച് ഉപന്യസിക്കുന്നത് പിന്നീട് അങ്ങോട്ട്. ബാലകാണ്ഡത്തിൽ ഈ ആത്മജ്ഞാനം നേടലാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് ചെറുപ്പം മുതലേ ഇത് ശീലിച്ച് വരണം. അതിനുവേണ്ടിയാണ് രാമായണത്തിൻ്റെ ബാലകാണ്ഡം മുഴുവനും ഒരു കുട്ടിയുടെ കഥയാണ്. 2 കുട്ടികളുടെ കഥ, രാമലക്ഷ്മണന്മാർ. അവർ എങ്ങനെയൊക്കെ വിദ്യാഭ്യാസം ചെയ്തു, എന്തൊക്കെ പഠിച്ചു, എന്താണ് നേടിയത് ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമായി ഫീത കൂടെ ഉണ്ടെങ്കിൽ ഒരപകടവും ഉണ്ടാവില്ല. ഫീത എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, ആത്മജ്ഞാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അപകടത്തിലേക്ക് തന്നെ നീങ്ങേണ്ടി വരും. എന്നല്ല, രണ്ടാമത്തെ ജീവിതമായ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മജ്ഞാനത്തിൻ്റെ ബലത്തിൽ മാത്രം വേണം പോകാൻ. അതില്ലാത്തതാണ് ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദോഷം. ഇതാണ് രാമായണത്തെ അധ്യാത്മരാമായണമാക്കുന്നത്. കാരണം ആത്മജ്ഞാനം ഉണ്ടെങ്കിലേ ബലമുണ്ടാവുകയുള്ളൂ, ആത്മബലമുണ്ടാവുകയുള്ളൂ. ബാക്കി അറിവുകളൊക്കെ ശരീരത്തിൻ്റെ ബലം, ഇന്ദ്രിയത്തിൻ്റെ ബലം, മനസ്സിൻ്റെ ബലം അത്രമാത്രമേ ഉള്ളൂ, അല്ലെ ബുദ്ധിയുടെ ബലം. നമുക്ക് വേണ്ടത് ആത്മബലമാണ്. അത് ഇല്ലെങ്കിൽ തളർന്നു പോകും. ഇത് രാമൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജനകരാജധാനിയിൽ ചെന്ന് വില്ലെടുത്ത് കുലച്ച് സീതയെ സ്വീകരിച്ച് വരുമ്പോൾ പ്രതിബന്ധങ്ങളുടെ ബഹളമാണ്. പിന്നെ ആ ബാലകാണ്ഡത്തിൽ പിന്നീട് കാണുന്നത് എന്താണ്? പരശുരാമൻ എന്ന മഹർഷിയുമായി ഏറ്റുമുട്ടുന്നു. അവിടെ ആത്മജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് ജയിച്ച് അയോധ്യയിലേക്ക് പോകുന്നു. അയോധ്യ എന്ന് പറയുന്നത് പ്രാരബ്ധ ജീവിതത്തിൻ്റെ വലിയൊരു ആവിഷ്കാരമാണ്. അവിടേക്ക് കടക്കണമെങ്കിൽ ഈ ആത്മജ്ഞാനം വേണം. ഇന്നുള്ള എല്ലാവരുടെയും പരാജയത്തിന് കാരണം വേണ്ട വിധത്തിലുള്ള ഈശ്വര അവബോധത്തിൻ്റെ അറിവ് കയ്യിലില്ലാതെ പോകുന്നു കുട്ടികൾക്ക്. അത് പരിഹരിക്കാനാണ് രാമായണം. അധ്യാത്മരാമായണത്തിൽ കൂടി ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈശ്വരാവബോധമായ അറിവ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ടാകും, എന്തിനോടും പൊരുത്തപ്പെടാനുള്ള കരുത്തുണ്ടാകും. ഈ കരുത്ത് ഉണ്ടാക്കിയെടുക്കലാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. 7 കാണ്ഡത്തിലെയും കഥകൾക്ക് ഇങ്ങനെ ആധ്യാത്മികമായൊരു പരിവേഷമുണ്ട്. ഈ ബാലകാണ്ഡത്തിലെ കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. ഇങ്ങനെ രാമായണത്തെ പഠിക്കുമ്പോൾ രാമായണം മനുഷ്യജീവിതത്തിലേക്ക് വരുന്ന അതിമനോഹരമായ ചില ഭാവങ്ങളെ ആവിഷ്കരിക്കാൻ പര്യാപ്തമാണ്. അധ്യാത്മബോധത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന ഒരു കഥയാണ് രാമായണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മുതൽ രാമായണം വായിക്കുമ്പോൾ ഈ അധ്യാത്മബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ രാമകഥ ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ കർക്കിടക മാസത്തിൽ ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.